गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनोभिर्व्यसेम देवहितं यदायुः। स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। ॐ ब्रह्मादेवानां प्रथमः सम्बभूव विश्वस्य कर्ता भुवनस्य गोप्ता स ब्रह्म विद्यां सर्वविद्याप्रतिष्ठाम् अथर्वाय ज्येष्ठपुत्राय प्राह अथर्वणेयां प्रवदेद ब्रह्मा अथर्वातां पुरोवाचाङ्गिरे ब्रह्मविद्यां ध्वजाय सत्यवहाय प्राह भारद्वाजोऽङ्गिरसे परावराम्। शौनको ह वै महाशालः अङ्गिरसं विधिवदुपसन्नः पप्रच्छ कस्मिन् भगवो सर्वमिदं विज्ञातं भवतीति। तस्मै स होवाच द्वे विद्ये वेदितव्ये इति हस्मयद्ब्रह्मविदो वदन्ति परा चैव परा च तत्रापरा ऋग्वेदो यजुर्वेदः सामवेदोऽथर्ववेद शिक्षाकल्पो व्याकरणं निरुक्तं छन्दो ज्योतिषमिति। अथ परा यया तदक्षरमधिगम्यते यत्तददृश्यमग्राह्यमगोत्रमवर्णमचक्षुश्रोत्रं तदपाणिपादं नित्यं विभुं सर्वगतं सुसूक्ष्मं तदव्ययं यद्भूतयोनिं परिपश्यन्ति धीराः। यथोर्णनाभिसृजते गृह्णते च यथा पृथिव्याम् ओषधयः सम्भवन्ति यथा सतः पुरुषात् केशलोमानि तदक्षरात् सम्भवतीह विश्वम्। तपसा चीयते ब्रह्म ततोऽन्नमभिजायते मनः सत्यं लोका कर्मसु चामृतम्. അവിടെ അപരാവിദ്യയും പരാവിദ്യയും രണ്ടും അറിയേണ്ടതാണ്. രണ്ട് വിഭാഗങ്ങളിലായി അറിവ് നിലകൊള്ളുന്നു. മനുഷ്യനിത് രണ്ടും അറിയണം. അവയിൽ വേദം മുതൽ സകല ശാസ്ത്രങ്ങളും, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വിഷയങ്ങളെ സംബന്ധിക്കുന്ന നമ്മളാൽ അറിയപ്പെടുന്ന സകലവും അപരാവിദ്യയിൽ വരുന്നു. അക്ഷരത്തെ സംബന്ധിക്കുന്ന സാക്ഷാത്കാരം മാത്രമാണ് പര. അപ്പം എന്താണ് അക്ഷരം? ഇന്ദ്രിയങ്ങൾക്ക് അവിഷയം, മനസ്സിന് അവിഷയം, ഉപാധിരഹിതം, അങ്ങനെയെല്ലാമുള്ള അക്ഷരം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അക്ഷരത്തിൽ നിന്ന്
പ്രപഞ്ച ആവിർഭാവം, അവിടെ 3 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. ചിലന്തി വല, ഭൂമി സസ്യം, മനുഷ്യൻ രോമം. അപ്പോൾ കാരണാന്തരത്തെ സ്വീകരിക്കാതെ തന്നെ കാഴ്ചയിൽ ഭിന്നമെന്ന് തോന്നുന്ന കാര്യങ്ങളായി പ്രകടമാകുന്നത്. എങ്ങനെയാണ് ആ പ്രക്രിയ? അവിടെ പറഞ്ഞു തപസാ ചെയ്യതേ ബ്രഹ്മ. ആ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് യഃ സർവജ്ഞ സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ തസ്മാതേതദ് ബ്രഹ്മ നാമരൂപമന്നം ച ജായത്തെ. യഃ സർവജ്ഞ സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ തസ്മാതേതദ് ബ്രഹ്മ നാമരൂപമന്നം ച ജായത്തെ. യഃ സർവജ്ഞഃ സർവവിദ്, ഒന്നും കൂടി വിശേഷിപ്പിക്കുന്നു. യസ്യ തപഃ ജ്ഞാനമയം. യഃ സർവജ്ഞഃ, യാതൊരുവനാണോ സർവജ്ഞൻ. സർവവിത്ത്, സർവവിത്ത്. അപ്പം അവിടെ തത്, അക്ഷരം, ബ്രഹ്മ എന്നിങ്ങനെയുള്ള പദങ്ങളെ കൊണ്ട് ഇത്രയും നേരം പരമസത്യത്തെ പ്രതിപാദനം ചെയ്തത് നപുംസക ലിംഗത്തിലാണ്. യത്, തത്, അക്ഷരം, ബ്രഹ്മ എല്ലാം നപുംസക ലിംഗമാണ്. ഇവിടെ പുല്ലിംഗത്തിൽ പറയുകയാണ് യഹ, യാതൊരാൾ. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ പരമാത്മാവിൻ്റെ അഥവാ യാതൊന്നിനെ നപുംസകത്തിൽ പ്രതിപാദിച്ചോ ആ ബ്രഹ്മത്തിലെ അനന്യയും അഭിന്നയുമായ ശക്തി മായ, അതിൻ്റെ വിപുലീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. തപസാ ചീയത്തെ ബ്രഹ്മ എന്ന് പറഞ്ഞു. ആ വിപുലീകരണം സംഭവിക്കുമ്പോൾ ജഗത് സൃഷ്ടി വിഷയമായ സങ്കല്പം അവർ ജനിക്കുന്നു എന്നും പറഞ്ഞു. അതാണ് തപ്പോ അതപ്യത എന്നൊക്കെ പല സ്ഥലങ്ങളിലും ഉപനിഷത്തുക്കളിൽ തന്നെ പ്രതിപാദിക്കുന്നത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ്, അതായത് തന്നിൽ തന്നെ നിഹിതമായ, തന്നിൽ നിന്ന് അനന്യയായ അഭിന്നയായ ആത്മശക്തിയുടെ വിപുലീകരണം അല്ലെങ്കിൽ പ്രകടീകരണം സംഭവിക്കുമ്പോഴാണ് ഈ ജഗത്തിൻ്റെ സൃഷ്ടി തുടങ്ങിയവയെക്കുറിച്ചുള്ള സങ്കല്പം വരുന്നത്. ആ സമയത്താണ് പുല്ലിംഗത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ പുല്ലിംഗത്തിൽ ഈശ്വരൻ എന്നോ മറ്റോ പ്രതിപാദിച്ചത് കൊണ്ട് ഇവിടെ യാതൊരു ദോഷവും വരുന്നില്ല ബ്രഹ്മത്തിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യഹ, യാതൊരാൾ. അവിടെ ഈശ്വരൻ അർത്ഥം പറഞ്ഞോളൂ, അല്ലെങ്കിൽ ബ്രഹ്മമെന്ന് തന്നെ പറഞ്ഞോളൂ, ഒരു വിരോധമില്ല. കൂടുതൽ നമുക്ക് ബാക്കി പദങ്ങൾ കൂടി പഠിക്കുമ്പോൾ വിശദമാകും. യഹ സർവജ്ഞ, സർവജ്ഞൻ, ദേശകാലാതീതമായി അറിയുന്നവൻ, എല്ലാത്തിനെയും അറിയുന്നവൻ, അപരിമിത ജ്ഞാനി. അതുകൊണ്ട് ജ്ഞാനസ്വരൂപത്തെ, ജ്ഞപ്തി സ്വരൂപത്തെ സൂചിപ്പിക്കുന്നു. ജ്ഞാനസ്വരൂപതയാർന്ന യാതൊരാളുണ്ടോ
സർവവിത്ത്, സർവജ്ഞനായിട്ട്. അപ്പോൾ സർവജ്ഞൻ സർവജ്ഞൻ എന്ന് 2 പ്രാവശ്യം പറയുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ഒരേ അർത്ഥത്തിൽ 2 പദങ്ങൾ പ്രയോഗിക്കുന്നത് പ്രയോജനരഹിതമാണ്. അപ്പോൾ നമ്മൾ സർവജ്ഞനെന്നും സർവവിത്തെന്നും പറഞ്ഞാൽ നേരെ പറഞ്ഞ അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും വിവിധമായി എല്ലാത്തിനെയും വിശേഷമായി അറിയുന്ന ഭാവത്തോടു കൂടിയവനെ സർവവിത്തെന്നും സാമാന്യമായി ദേശകാലാതീതമായ ജ്ഞാനത്തോടൊത്തവനെ സർവജ്ഞനെന്നും വിഭജിച്ച് മനസ്സിലാക്കുക. അത്രേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പദത്തിൻ്റെ ആവർത്തനം അർത്ഥമില്ലാത്തതാവും. അതുകൊണ്ട് ഭാഷ്യകാരൻ അവിടെ വിശേഷേണ സർവം വേത്തി എന്ന് സർവവിത്ത് എന്നുള്ളതിന് അർത്ഥം പറയും. എല്ലാത്തിനെയും വിശേഷമായി അറിയുന്ന. അപ്പോൾ സർവവിത്തും സർവജ്ഞനുമായ എന്ന് പറഞ്ഞാൽ കേവല ജ്ഞാനസ്വരൂപതയാർന്നവനും അതേ സമയത്ത് വിവിധങ്ങളായ എല്ലാത്തിനെയും അതത് തലത്തിൽ അറിയുന്നവനും. അങ്ങനെയുള്ള പരമാത്മാ യസ്യ ജ്ഞാനമയം തപഃ, യാതൊരാളുടെ തപസ് ജ്ഞാനമയമാണോ? വിഷയം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. വിവിധ ശ്രുതികളിൽ സ തപോ അതപ്യത, സ തപസ്തപ്ത്വ എന്നും മറ്റും വരുന്ന സന്ദർഭങ്ങളിൽ തപസ്സിന് സൃഷ്ടി വിഷയകമായ അന്വാലോചനം എന്നാണ് അർത്ഥമെന്ന് നേരത്തെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാതൊരാളുടെ തപസ് ജ്ഞാനമയമാണോ? ജ്ഞാനമയമായ തപസ്സോടൊത്തവൻ അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന്, തസ്മാത് അതിൽ നിന്ന്, ഏതദ് ബ്രഹ്മ ഈ ബ്രഹ്മം ജനിക്കുന്നു. ഇത് കുറച്ചൊരു വിഷമമുള്ള ഭാഗമാണ്. വളരെ ശ്രദ്ധിച്ചാൽ ഒരു വിഷമവും ഇല്ല. കാരണം ബ്രഹ്മശബ്ദം അനേക അർത്ഥങ്ങളിലുണ്ട്. ചില സ്ഥലത്ത് ബ്രഹ്മശബ്ദത്തിന് പരബ്രഹ്മം എന്നർത്ഥം. ആ അർത്ഥം ഇവിടെ എടുക്കാൻ വയ്യ. എന്തുകൊണ്ട്? അതിൽ നിന്ന് ബ്രഹ്മം ജനിക്കുന്നു എന്ന് പറയുമ്പോൾ പരബ്രഹ്മം എന്നർത്ഥം എടുക്കാൻ വയ്യ. പിന്നെ ബ്രഹ്മത്തിന് കാരണബ്രഹ്മം, മായായുക്തമായ സർവ സൃഷ്ടിജാലങ്ങളെയും ചെയ്യാൻ സങ്കല്പത്തോടു കൂടിയ യാതൊന്നിനെ നേരത്തെ അവ്യാകൃതം എന്ന് പറഞ്ഞോ, അതിനും ബ്രഹ്മശബ്ദം കൊണ്ട് പറയും. ചില സ്ഥാനങ്ങളിൽ കുറച്ചും കൂടി ഇറങ്ങി വന്ന് പ്രകൃതിയെ സൂചിപ്പിക്കാനും ബ്രഹ്മശബ്ദം പറയും. അത് സാമാന്യ പ്രയോഗമല്ല, വിശേഷ പ്രയോഗമാണ്. ആ വിശേഷ പ്രയോഗം ഭഗവത്ഗീതയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. മമ യോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത എന്ന് ഗീത പറയുന്നുണ്ട്. ഉപനിഷത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഒരിക്കലും അതിനെ സമർത്ഥിക്കാൻ ഗീത എടുക്കരുത്. ഗീതയെ വ്യാഖ്യാനിക്കുമ്പോൾ സമർത്ഥിക്കാൻ ഉപനിഷത്ത് എടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇതറിയുന്ന നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സമർത്ഥിക്കാനല്ല എടുത്തത്, ഇങ്ങനെ അർത്ഥം ആചാര്യസമ്മതമായിട്ടുണ്ടെന്ന് പറയാനാണ്. അല്ലാതെ ഉപനിഷത്ത് വ്യാഖ്യാനത്തിൽ ആരെങ്കിലും ഗീത വെച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ തെറ്റാണ്. ഗീതാ വ്യാഖ്യാനത്തിൽ ഉപനിഷത്ത് വെച്ച് വ്യാഖ്യാനിക്കാം, അല്ലാതെ ഇത് അങ്ങോട്ട് പ്രമാണമാവില്ല. സ്മൃതി ശ്രുതിക്ക് പ്രമാണമല്ല, ശ്രുതി സ്മൃതിക്ക് പ്രമാണമാണ്. പാവക നിഷ്കർഷ പുലർത്തിയിട്ടില്ല വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരു പുരോഗമനപരമായിട്ട് എന്തും പറയാം. പക്ഷെ നമ്മുടെ ഒരു സമ്പ്രദായം അതാണ്. അപ്പം അവിടെ ബ്രഹ്മശബ്ദത്തിന് പരബ്രഹ്മം എന്നർത്ഥം പറഞ്ഞു.
2 അപരബ്രഹ്മം അല്ലെങ്കിൽ കാരണബ്രഹ്മം, 3 പ്രകൃതി. ഇനി ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥമുണ്ട്. ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥമുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ വേദം എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വേദം പഠിച്ചവനെ നമ്മൾ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നത്. വേദം പഠിച്ചവനെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മശബ്ദത്തിന് വേദം അർത്ഥമുള്ളത് കൊണ്ടാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി എന്ന് ഭഗവാൻ ഇത് പ്രയോഗിച്ചിട്ടുമുണ്ട് ഗീതയിൽ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, ബ്രഹ്മാക്ഷര സമുദ്ഭവം. അപ്പം അക്ഷരത്തിൽ നിന്ന് ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്ന് കർമ്മം. അവിടെ ബ്രഹ്മത്തിന് എന്താ അർത്ഥം? വേദം. വേദം എന്നാണ് അവിടെ അർത്ഥം. അങ്ങനെ അനേക അർത്ഥങ്ങളുണ്ട് ബ്രഹ്മശബ്ദത്തിന്. അപ്പം അതിൽ ഇവിടെ നമ്മൾ ഏത് സ്വീകരിക്കും? തസ്മാത് ബ്രഹ്മ എന്നുള്ളിടത്ത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം കാരണബ്രഹ്മം എന്നുള്ള അർത്ഥമേ എടുക്കാൻ പറ്റൂ. മായ വികസിതമായ, വിജൃംഭിതമായ, യാതൊന്നിൽ നിന്ന് സകല സൃഷ്ടിജാലങ്ങളും ആവിർഭവിക്കുന്നുവോ, യാതൊന്ന് സങ്കല്പയുക്തമാണോ, യാതൊന്നിനെ പല സന്ദർഭങ്ങളിലും പ്രജാപതി തുടങ്ങിയ ശബ്ദം കൊണ്ട് പ്രതിപാദിച്ചിട്ടുണ്ടോ, അതാണിവിടെ ബ്രഹ്മശബ്ദത്തിനർത്ഥം. അല്ലാതെ വേദം എടുക്കാൻ ഇവിടെ വേണ്ട, പരബ്രഹ്മം എടുക്കാൻ വയ്യ. മായ പ്രകൃതി എന്നുള്ള അർത്ഥം വിരോധമൊന്നുമില്ല, എടുത്താൽ തെറ്റില്ല. ചതുർമുഖനായ അത് ബ്രഹ്മാവാണ്, അതെടുക്കാൻ വയ്യല്ലോ, കാരണം ഇത് ബ്രഹ്മാന്നാണ്. ചതുർമുഖനായ ബ്രഹ്മാവാണെങ്കിൽ ബ്രഹ്മാന്ന് പ്രയോഗിക്കണം, അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഒരിക്കലും അവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ആർക്കെങ്കിലും എടുക്കണം എന്ന് നിർബന്ധം തോന്നിയാൽ ഛാന്തസമായതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കണം. അങ്ങനെ ഒരു വഴി അവിടെ ഉണ്ട് കിടക്കുന്നത്. സാമാന്യമായിട്ട് പറയാൻ പാടില്ല, സാമാന്യമായിട്ട് പറയാൻ വയ്യ. ഒന്ന്, എന്തുകൊണ്ട് പറ്റില്ല? രണ്ടിൻ്റെയും ധാതു ഒന്നാണെങ്കിലും ശബ്ദം രണ്ടാണ്. അവിടെ ബ്രഹ്മാന്നാണ്, നകാരാന്തം പുല്ലിംഗമാണത്, ഇത് നപുംസകമാണ്. അതാണ് പ്രധാന വ്യത്യാസം. വീണ്ടും അവിടെ അങ്ങനെ ഛാന്തസമായതുകൊണ്ട് എടുത്തൂടെ എന്ന് വെച്ചാൽ എടുക്കാം. എന്നാൽ ഏത്തത് പറഞ്ഞിട്ടുണ്ട്, ഏത്തത് നപുംസകലിംഗമാണ്. അഥവാ അങ്ങനെ ബ്രഹ്മാന്ന് പുല്ലിംഗത്തെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഏഷഹ എന്ന് പറയേണ്ടതായിരുന്നു. അപ്പോൾ അനേക ശബ്ദങ്ങളുടെ അനുരോധം എന്നുള്ളൊരു നിയമമുണ്ട് വ്യാഖ്യാനത്തിൽ. അപ്പോൾ അനേക ശബ്ദങ്ങളുടെ അനുരോധം കൊണ്ട് നമുക്ക് തോന്നിയോണം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രഹ്മ. ഈ സൃഷ്ടിവിഷയകമായ സങ്കല്പത്തോടു കൂടിയ മായ പ്രകടമായ കാര്യമായി തീരുന്ന ഈ ബ്രഹ്മം, പിന്നെയോ നാമം, രൂപം, അന്നം. ഈ സമ്പൂർണ്ണ പ്രപഞ്ച സൃഷ്ടിയും സംസാരവും നമുക്ക് നാമരൂപം എന്ന് രണ്ടായി പറയാം. ഈ സംസാരത്തെ മുഴുവൻ ഒതുക്കാൻ ഒന്നുകിൽ ദേശകാലങ്ങളെന്ന് പറയാം, അല്ലെങ്കിൽ നാമരൂപങ്ങളെന്ന് പറയാം. രണ്ട് പറഞ്ഞാലും ശരിയാണ്. ദേശകാലങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദേശകാലമാണ് സംസാരം. ദേശം കാലം എന്ന വിഭജനത്തോട് കൂടിയതാണ് സംസാരം. ദേശകാല സങ്കല്പം ഇല്ലെങ്കിൽ സംസാരമില്ല. ഇവിടെ, അവിടെ, ഇപ്പോൾ, അപ്പോൾ,
നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും ദേശകാലങ്ങളാൽ പരിമിതമാണ് എല്ലാം. അതുപോലെ നമ്മുടെ എല്ലാ അറിവുകളും നാമരൂപങ്ങളാൽ വിഭക്തമാണ്. ഈ രണ്ട് രീതിയിലുമാണ് നമ്മൾ സംസാരത്തെ സൂചിപ്പിക്കുക. ദേശകാലാത്മകം അല്ലെങ്കിൽ നാമരൂപാത്മകം എന്ന് പറഞ്ഞു. നാമരൂപങ്ങൾ, പ്രത്യേകിച്ച് നാമം, വ്യവഹാരസിദ്ധമാണ്. ദേശകാലങ്ങൾ ഈശ്വര വ്യവഹാരമാണ്. ദേശകാലങ്ങൾ ഈശ്വര വ്യവഹാരമാണ്, നാമരൂപങ്ങൾ നമ്മുടെ വ്യവഹാരമാണ്. ആണല്ലോ. ഏതെങ്കിലും ഒന്നിന് നാമം നിയതമായിട്ടുണ്ടോ? അത് മരമാണ്, അല്ലെങ്കിൽ അതിന് പാറ എന്നാണ് പറയുക, അത് സൂര്യനാണ്, അത് ചന്ദ്രനാണ്. നമ്മുടെ മാനുഷിക വ്യവഹാരമാണ് നാമം കൽപ്പിച്ചത്. മാനുഷിക വ്യവഹാരത്തിൽ നിന്നേ രൂപസങ്കല്പവും ഉണ്ടാവും. മാനുഷികം എന്ന് പറഞ്ഞാൽ ജീവ. എന്ത് നിൽക്കട്ടെ, അതിലേക്ക് രണ്ടാമത് വരാം. ഇപ്പം ജീവകൽപ്പിതമായ ദ്വൈതത്തിലെ നാമരൂപങ്ങളുള്ളൂ. ഈശ്വരകൽപ്പിതമായ ദ്വൈതത്തിലാണ് ദേശകാലങ്ങൾ വരുന്നത്. സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കൂ. കാലത്തിൻ്റെ മാനമല്ല, വർഷം മാസം എന്നുള്ളതല്ല ഉദ്ദേശം, അത് നമ്മളാൽ കൽപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ അതിന് കാരണമായ ഭാവം ഈശ്വരീയമായ ദ്വൈതമാണ്. ഈശ്വര്യമായ ദ്വൈതം സമഷ്ടിയും ജീവപരമായ ദ്വൈതം യഷ്ടിയും എന്ന് നമുക്ക് വേർതിരിക്കാം വേണമെങ്കിൽ. അത് തെറ്റാണ്, മുഴുവൻ ശരിയൊന്നുമല്ല, പക്ഷേ അനുസന്ധാനം ചെയ്യാൻ പല പല വഴികൾ പറയുകയാണ്. അപ്പം നാമം രൂപം. അന്നം ച, അന്നവും സാമാന്യമായി ദ്രവ്യാത്മകമായതൊക്കെ അന്നമാണ്. ഈ വിഷയം പ്രശ്നോപനിഷത്തിൻ്റെ 1-ാം പ്രശ്നത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അത്. അന്നം, സകല ദ്രവ്യത്തെയും അന്നം എന്ന് പറയും. അങ്ങനെ അന്നത്തിൻ്റെ വ്യാപ്തി പോയി കഴിഞ്ഞാൽ അവ്യാകൃതമായിരിക്കുന്നത് വരെ അന്നശബ്ദത്തിന് വിഷയമാണ്. അവിടെ ദേവാന്നം, മനുഷ്യാന്നം, ഇതര യോനികളിലുള്ള അന്നം എന്ന് പറയുന്നില്ല, മൊത്തം അന്നം. ദ്രവ്യാത്മകമായ സകലവും അന്നമാണ്. ഈ കാണാകുന്നതൊക്കെ അന്നമാണ്. നമ്മൾ കാണുന്ന ശരീരവും അന്നമാണ്. ഇങ്ങനെ തസ്മാത്, അതിൽ നിന്ന്, ബ്രഹ്മണ, ബ്രഹ്മത്തിൽ നിന്ന്, നാമം രൂപം അന്നം ച ജായത്തെ. അതുകൊണ്ടാണ് ഭൂതയോനി എന്ന് പറഞ്ഞത്. ആ ഭൂതയോനിയെ പരിപശ്യന്തി ധീരാഹ. നാമരൂപം അങ്ങനെ ക്രമം അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ക്രമം പറയാൻ വയ്യ. ക്രമം രണ്ടും പറയാൻ വയ്യ. ഇവിടെ സംഗ്രഹിച്ച് പറഞ്ഞതാണ്, ക്രമത്തിൽ പറഞ്ഞതല്ല. കാരണം ഷോഡശകല പുരുഷനെ പറയുന്നിടത്ത് നാമം ഒടുവിൽ വരുന്നു, എന്നാൽ രൂപം ആദ്യം വരുന്നുണ്ട്, ക്രമമായിട്ടല്ല.
പഞ്ചഭൂതോത്പത്തിയിൽ തന്നെ അഗ്നി മുതൽക്ക് ഇങ്ങോട്ട് രൂപം വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്രമം നമുക്ക് പറഞ്ഞാൽ വിഷമാവും, ക്രമം പറയണ്ട. അപ്പം നാമരൂപം സാമാന്യമായിട്ടും സർവസാമാന്യമായ അന്നവും അതായി പ്രപഞ്ചം മുഴുവനായി. അവയിൽ നിന്ന് വിലക്ഷണമായ അവയെ മുഴുവൻ അറിയുന്ന ഞാനും. അപ്പം നാമവും രൂപവും അന്നവും എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സൃഷ്ടിയുമായി, സമ്പൂർണ്ണ സൃഷ്ടി. ആ അർത്ഥത്തിലല്ല, അത് വേറെ അർത്ഥം, അത് വേറെ അർത്ഥം. അതായത് ദ്രവ്യാത്മകമായ സകലത്തിനും ശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് അന്നം. അത്താവ് എന്നുള്ളത് ഊർജാത്മകമായതിന് പറയുന്നതാണ്. കഴിക്കുന്നവൻ ഊർജം, കഴിക്കപ്പെടുന്നത് അന്നം. ഇപ്പം ചന്ദ്രൻ അന്നമാണ്, സൂര്യൻ അത്താവാണ്. പകൽ അത്താവാണ്, രാത്രി അന്നമാണ്. കൃഷ്ണപക്ഷം അന്നമാണ്, ശുക്ലപക്ഷം അത്താവാണ്. ദക്ഷിണായനം അന്നമാണ്, ഉത്തരായണം അത്താവാണ് എന്നിങ്ങനെ വിഭജിച്ച് പറഞ്ഞു തരും. അതിൽ പോയി കുടുങ്ങണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ്രവ്യാത്മകത എന്തിലുണ്ടോ അതിനെ മുഴുവൻ അന്നമെന്ന് കാണും. അത് നമ്മളാൽ അശിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല. ആ രണ്ടും ചേർന്നതാണ്, ഒന്നെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കൽപ്പന മാത്രമാണ്. അല്ലാണ്ട് പകലും രാത്രി എങ്ങനെയാണ് ഇവ അന്നോ അത്താവും ആവുകയെന്ന് ചോദിക്കരുതാനും. അതൊരു കൽപ്പനയാണ്. ആ കൽപ്പന ഇവ രണ്ടും ചേർന്നാൽ ഒരു പ്രജാപതി, ദ്രവ്യവും ഊർജവും ചേർന്നാൽ ഒരു പ്രജാപതി. ഇവയ്ക്ക് രണ്ടിനും കേവലഭാവമില്ല. അതുകൊണ്ട് ദ്രവ്യം ആത്യന്തികമല്ല, ഊർജം ആത്യന്തികമല്ല. ഇവ രണ്ടും ആപേക്ഷികമാണ്. രണ്ടും ചേർന്നാൽ ഒരു പ്രജാപതി. പ്രജാപതി ആത്യന്തികമാണോ? അല്ല. സൃഷ്ടി വിഷയകമായ സങ്കല്പത്തോട് കൂടുമ്പോഴേ പ്രജാപതി ഭാവം വരുന്നുള്ളൂ. സൃഷ്ടി വിഷയകമായ സങ്കല്പം ഇല്ലെങ്കിൽ പ്രജാപതി ഇല്ല. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അച്ഛനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയാൻ വയ്യ, അല്ല എന്ന് പറയാൻ വയ്യ. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അമ്മയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാലാണ് അമ്മ. പക്ഷെ അച്ഛൻ ഏത് നിമിഷം തൻ്റെ പത്നി അഥവാ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്നു, താൻ ഹേതുവായിട്ടെന്ന് അറിയുന്നുണ്ടോ, ആ നിമിഷം മുതൽ അവൻ അച്ഛനാണ്. എൻ്റെ കുഞ്ഞിനെ കാണാൻ തിരക്കായി എനിക്ക്. അപ്പം സൃഷ്ടി വിഷയകമായ സങ്കല്പത്തോട് കൂടിയവൻ ജഗത് പിതാവ്. ആധുനികം ഇല്ല. ആ നമ്മൾ അതിനെ ഘടിപ്പിക്കണ്ട. ഊർജം ഉണ്ടാക്കാനും നശിപ്പിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാൽ രൂപമാറ്റം ഉണ്ടാക്കാൻ കഴിയും. ആത്യന്തികമായി നാശമില്ല, പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നില്ല. ദ്രവ്യം ഊർജമായി മാറും, ഊർജം ദ്രവ്യമായി മാറും. അതുകൊണ്ടാണ് അവ രണ്ടും ആത്യന്തികമല്ല എന്ന് പറയുന്നത്, ആപേക്ഷികമാണ്. അത്രയേ ഉള്ളൂ, ആപേക്ഷികമാണ്, ഒരു കുഴപ്പമില്ല. രണ്ട് സത്ത ഇല്ലല്ലോ, രണ്ടും ചേർന്നാൽ ഒന്നെന്ന് പറഞ്ഞാൽ രണ്ട് സത്തയാ. ബ്രഹ്മത്തിന് ഇവിടെ സത്ത വേറെ ഉണ്ട്. എവിടെ ബ്രഹ്മത്തിന് സത്ത വേറെ പറഞ്ഞത് ശാസ്ത്രം? ബ്രഹ്മത്തിന് എവിടെ സത്ത വേറെ പറഞ്ഞു? ഇതിൻ്റെ സത്ത ആ സത്തയാണ്, ഒരു സത്തയേ ഉള്ളൂ. ആ ഒരു ഉണ്മയാൽ എല്ലാം ഉള്ളതായിരിക്കുന്നു. പ്രജാപതി ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനുണ്ടെന്ന് പറഞ്ഞാലും നീ ഉണ്ടെന്ന് പറഞ്ഞാലും ഏതൊരു ഉണ്മയാണോ ആ ഉണ്മയെ ബ്രഹ്മമെന്നറിയുന്നു. അല്ലാണ്ട് ബ്രഹ്മം വേറൊരു സത്ത കൊടുക്കണ വസ്തുവായിട്ടില്ലല്ലോ.
അറിയാതെ ബ്രഹ്മം എന്നുള്ളത് എന്തോന്നാണെന്ന് തോന്നുന്നിടത്താണ് പ്രശ്നം. ബ്രഹ്മം എന്നൊന്ന് വേറെ ഉണ്ട്, അതിൽ നിന്ന് ഇതുണ്ടായി, അതിൽ നിന്ന് മറ്റൊന്നുണ്ടായി എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അത് സ്വർണത്തിൽ നിന്ന് സ്വർണ്ണമാല ഉണ്ടായി എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാല ഉണ്ടായപ്പോൾ സ്വർണം ഇല്ലാണ്ടായോ? ഇല്ല. എന്തൊരു ഊർജ അത്! ഊർജ നിശ്ചലബോധോ? എന്താ നിശ്ചലബോധം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണില്ല. നിശ്ചലബോധം എന്ന് പറഞ്ഞാൽ എന്താ? ആരാ പറഞ്ഞ ഊർജം ചലിക്കുന്നതാന്ന്? അദമ്യമായ ഊർജം, അപരിമിതമായ ഊർജം ചലിക്കുന്നതല്ല. അവിടെ ചലനക്രിയ എന്നുള്ളത് സംഭവിക്കുമ്പോൾ പ്രകടമായി, അത്രയേ ഉള്ളൂ. ബോധ ഊർജ അല്ല, ഊർജത്തെയും പ്രവർത്തിക്കുന്ന ഞാനാ. ബോധം ജ്ഞാനം എന്നുള്ളത് വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അത് ചിലപ്പോൾ രണ്ടും പര്യായമായിട്ട് ഉപയോഗിച്ചാൽ വ്യത്യാസമില്ല. നോക്കൂ, ശ്രദ്ധിക്കൂ, പര്യായമായി ഉപയോഗിച്ചാൽ വ്യത്യാസമില്ല. ഇനി പര്യായമായി ഉപയോഗിക്കാതെ ജ്ഞാനമെന്ന് പറയുമ്പോൾ ഉപാധികളിലൂടെ പ്രകാശിക്കുന്ന ബോധത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാമാന്യഗതിയിൽ. അതുകൊണ്ടാണ് കേവല ബോധത്തെ സൂചിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വിശേഷണം ചേർക്കും ജ്ഞാനത്തിൻ്റെ കൂടെ. കാരണം ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഉപാധിയിലൂടെ പ്രകാശിക്കുന്ന അറിവാണ് എന്നാണ് നമ്മൾ പെട്ടെന്ന് ധരിക്കുന്നത്. ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണം ദ്വാരാ ബഹിസ്പന്ദതേ. ഇപ്പം ചക്ഷുരാദികരണദ്വാരാ യാതൊരു ബോധം ബഹിസ്പന്ദതേ, അതാണ് ജ്ഞാനരൂപത്തിൽ പ്രകാശിക്കുന്നത്. അപ്പം ശരിയായ ജ്ഞാനം കേവലജ്ഞാനം എന്ന് ഉടനെ പറയും. അപ്പം കേവലജ്ഞാനം എന്ന് പറഞ്ഞാൽ ബോധമായി. ഇനി തിരിച്ചും ചില സന്ദർഭത്തിൽ പറയും അവൻ ബോധം കെട്ട് വീണു എന്ന് പറയും. അവൻ ബോധം കെട്ട് വീണു എന്ന് പറയുന്നിടത്ത് ബോധം എന്താ കേവലബോധമാണോ? അല്ല, കേവലബോധമല്ല, അത് ഉപാധിയിലൂടെ പ്രകാശിച്ച ചേതനയാണ്. ഇവിടെ ഒരു പദത്തിന് ഒരർത്ഥം എന്ന് ആരും ധരിക്കരുത്. സന്ദർഭം അനുസരിച്ച്, പ്രയോഗമനുസരിച്ച് അർത്ഥഭേദം മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ശാസ്ത്രം പഠിച്ച് വട്ടാവും ഫലം. എന്താ ഉണ്ടായി? വേദാന്തം പഠിച്ചതാ, ഓ ശരി, എന്നാൽ അവിടെ കിടന്നോളൂ കുറച്ച് കാലം. അത് ഈ യഥാതഥമായിട്ട് സ്ഥാനത്തിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കാതെ വരുമ്പോഴുള്ള കുഴപ്പമാണ്. സ്ഥാനം അനുസരിച്ച് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവുമില്ല. ശരി, ഏതായാലും എന്തത് നമ്മളിപ്പോൾ ഉപാധിയിലാണല്ലോ ഇരിക്കണത്. മതി, അവിടെ മതി. അപ്പോൾ ഇത് വലിയ കാര്യം ചിന്തിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നമ്മളിപ്പോൾ ഉപാധിയിലാണല്ലോ. ഇനിയിപ്പോൾ ഇതിനെ ഉപയോഗിച്ചിട്ട് ഇതിനപ്പുറത്ത് എത്താൻ നോക്കുക. കാലില്ലാണ്ട് നടക്കാൻ പറ്റുമോ സ്വാമി എന്ന് ചോദിച്ചാൽ, എടാ നിനക്കിപ്പോൾ കാലുണ്ടല്ലോ, നീ അത് വെച്ച് നടക്ക്. അല്ലാണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര അദ്രേശ്യം അഗ്രാഹ്യം എന്ന് തുടങ്ങി വർണ്ണിച്ചു. അതിനു മുമ്പ് പര അപര എന്ന് രണ്ടായി വിദ്യയെ വിഭജിച്ചു. പരാവിദ്യയാണ് ഉപനിഷത്തെന്ന് നമുക്കറിയാം. ആ പരാവിദ്യയിലേക്കൊരു സൂചന മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഒരു സൂചന. എന്താ സൂചന? യയാ തദക്ഷരം അധിഗമ്യതേ. അവിടെ അക്ഷരം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കുണ്ടായ സംശയം തീർക്കുകയാണ് തുടർന്നുള്ള മന്ത്രങ്ങളിലൂടെ ചെയ്തത്. ഇനി ഇതിൻ്റെ വിശദീകരണം വേണമെങ്കിൽ കുറേ കാത്തിരിക്കണം. ചിലപ്പോൾ കാത്തിരിപ്പ് നീണ്ടുപോയേക്കാം. കാത്തിരിപ്പ് നീണ്ടു. കാരണം ഇനി പറയുന്നത് അപരാവിഷയമാണ്. അതിലൂടെ നമുക്ക് കടന്നു പോയിട്ടേ പരയിലെത്താൻ പറ്റൂ.
അപ്പം അതുകൊണ്ട് ഇത് ഗുരുനാഥൻ്റെ ഉപദേശ ശൈലിയാണ്. ഈ ഉപദേശ ശൈലിയാണ് മിക്ക ആചാര്യന്മാരും സ്വീകരിക്കുന്നത്. ഉന്നതമായതിനെ ആദ്യം ചൂണ്ടി കാണിച്ചു കൊടുത്ത് പിന്നെ അവിടുന്ന് മാറ്റും.